ആ മാല കാണാതെ വന്നപ്പോൾ അഖിൽ ആദ്യം മുതൽ സംശയിച്ചത് ദാസനെയായിരുന്നു. ദാസിനെയും കുടുംബത്തെയും പുകച്ച് പുറത്തു ചാടിക്കാൻ വ്രതം നോക്കി നടക്കുന്ന വിലാസിനെ സംശയിച്ചില്ല. കൃഷ്ണേട്ടൻ പറയുന്നത് കേട്ടാ തോന്നും ഞാൻ എന്തോ വലിയ മഹാപരാധം ചെയ്തു. തൃച്ചംബരത്ത് തലമുറകൾ കൈമാറി വന്ന ആ മാല ഞാൻ തിരിച്ചു ചോദിച്ചു. അതിന്റെ 10 മടങ്ങ് സ്വർണം ദാസേട്ടന്റെ മുന്നിൽ വെച്ചുകൊണ്ടാ ഞാനത് തിരിച്ചു ചോദിച്ചത്. മനസ്സറിഞ്ഞു കൊടുത്ത പാരിതോഷികം തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെട്ട് സ്വർണ്ണക്കന് മുന്നിൽ വെച്ചു കൊടുത്താൽ കിട്ടിയ പാരിതോഷികത്തിന്റെ മൂല്യം അറിയാത്തവർ അത് സ്വീകരിച്ചു. അതറിയാവുന്നവർ അത് തിരസ്കരിക്കും. ഇവിടെ ദാസു അത് തന്നെയാ ചെയ്തത്. പിന്നെ ഒരു കാര്യം കൂടെ. നിക്ക്, ഞാനൊരു കാര്യം പറയട്ടെ. ദാസേട്ടന്റെ കയ്യിലിരുന്ന മാല ഔട്ട് ഹൗസിൽ പോയി വിലാസിനി മോഷ്ടിക്കുമെന്ന് ഞാൻ എങ്ങനെ സംശയിക്കും? അത് വിലാസിനി തന്നെയാണ് മോഷ്ടിച്ചതെന്ന് വ്യക്തമായ തെളിവുകളും തൊണ്ടി മുതലും ഹാജരാക്കി ആനന്ദ് അതിന്റെ സത്യാവസ്ഥ തെളിയിച്ചപ്പോ ഞാൻ ദാസേട്ടനോട് പോയി ക്ഷമാപണം പറഞ്ഞതല്ലേ? അഖില, 24 മണിക്കൂർ നേരമെങ്കിലും ദാസ് ഒരു കള്ളനായി ചിത്രീകരിക്കപ്പെട്ടിരുന്ന കാര്യം നീ മറക്കരുത്. അതും ദൈവത്തെ പോലെ ദാസ് ആരാധിക്കുന്ന അഖിലയുടെ മുന്നിൽ. തികഞ്ഞ ഒരു സത്യസന്ധനെ മോഷ്ടാവായി ചിത്രീകരിക്കുന്നതും അവന് വധശിക്ഷ കൊടുക്കുന്നതും ഒരുപോലെയാണ്. ദാസിന് വധശിക്ഷയേക്കാൾ ഭീകരമാണ് മോഷ്ടാവെന്ന മുദ്രകുത്തൽ. കൃഷ്ണേട്ടൻ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? കുറ്റപ്പെടുത്തുകയല്ല. ചില അപ്രിയ സത്യങ്ങൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് വേദന തോന്നുമെങ്കിലും അതൊക്കെ തുറന്നു പറഞ്ഞേ മതിയാവും. എന്തായാലും കല്യാണിയെ തൃച്ചംബരത്തെന്ന് പറഞ്ഞേക്കാൻ അവസരം കാത്തിരിക്കായിരുന്നല്ലോ അഖില. അത് നടന്നല്ലോ. കല്യാണി അങ്ങ് പോയില്ലേ? സന്തോഷമായില്ലേ അഖില? സന്തോഷിക്കും. വിചാരിച്ച കാര്യങ്ങൾ നടക്കുമ്പോ സന്തോഷിക്കണം. പക്ഷേ കൈവിട്ട് കളഞ്ഞത് തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടാൻ പ്രയാസമാണ്. കല്യാണി, പകൽക്കിനാവ് കാണായിരുന്നല്ലേ? ഈ നശിച്ച സ്വപ്നം കാണലുകൊണ്ടാ രായ്ക്ക് രാമായണം കള്ളന്മാരെ പോലെ തൃച്ചംബരത്തിന് ഇറങ്ങിപ്പോരേണ്ടി വന്നേ, അറിയോ? പാല് തിളച്ചു പോയി, സ്റ്റൗ കെട്ടു, എന്നിട്ട് അവളതറിഞ്ഞില്ല. ഗ്യാസിന്റെ മണം മുറ്റത്ത് വരെ വന്നു. ഈ വീടിന് തീ പിടിച്ചാൽ പോലും അവളതറിയില്ല. മനസ്സ് കെട്ടിപ്പൊക്കി ആ സ്വപ്ന കൊട്ടാരങ്ങളൊക്കെ വിട്ട് നീ താഴോട്ടിറങ്ങി വാ. അതൊക്കെ വെറും സ്വപ്നങ്ങളായിരുന്നു, വെറും സ്വപ്നങ്ങൾ. സ്വപ്നങ്ങൾ എപ്പോഴും സ്വപ്നം കാണാനേ കൊള്ളാവൂ. സ്വപ്നത്തിലെ രാജകുമാരനെ പ്രണയിച്ച രാജകുമാരിയുടെ കഥ മുത്തശ്ശി നിനക്ക് പറഞ്ഞു തരുന്ന കേട്ടിട്ടുണ്ട് ഞാൻ പലപ്പോഴും. അതിനുശേഷം മുത്തശ്ശി ഒരു സാരോപദേശവും തരാറുണ്ട്. എന്റെ മോളൊരിക്കലും സ്വപ്നലോകത്ത് ജീവിക്കരുതെന്നും സ്വപ്നമല്ല ജീവിതം. ഏത് മുത്തശ്ശി, എന്തുപദേശം! സഹി കിട്ടും എനിക്ക്. നോക്ക്, ഇനി ഇങ്ങനെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് നടക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ അവസാനിപ്പിക്കും ഞാൻ. നിന്നെയല്ല, എന്റെ ജീവിതം. പലപ്പോഴും ഞാനതിന് ശ്രമിച്ചതാ. പിന്നീട് ആലോചിച്ചപ്പോ ആത്മഹത്യ ചെയ്ത് നിങ്ങളെ അനാഥരാക്കാനും അപമാനിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. ഇനിയും എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത്. തീരുമാനിച്ചുറപ്പിച്ചാൽ ഞാനത് ചെയ്തിരിക്കും. ഓർമ്മിച്ചോ? ഞാൻ വേണോ സ്വപ്നത്തിലെ രാജകുമാരൻ വേണോന്ന് നിനക്ക് തീരുമാനിക്കാം. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് പറഞ്ഞ വാക്ക് പാലിച്ചേ ശീലമുണ്ട്. ഇക്കാര്യത്തിലും അതങ്ങനെ തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടാക്കില്ല.
അറിഞ്ഞോ അറിയാതെയോ അത് മറന്നിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മിപ്പിക്കേണ്ടത് എന്റെ കടമയാണ്. ദാസിനെ പോലെ ഒരു മനുഷ്യന് അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ട് അത് പാലിക്കാതെ വന്നാൽ ആ ശാപം ഒരു മഹാപാപമായി തൃച്ചംബരത്തിന്റെ തലമുറകൾക്ക് മേൽ വന്ന് പതിയും. അതൊരു പക്ഷേ ആനന്ദിന്റെ കല്യാണത്തിന്റെ സന്തോഷം കെടുത്തിയേക്കാം. അതാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. കല്യാണിയെ തൃച്ചംബരത്തിൽ നിന്ന് പറഞ്ഞു വിട്ടാലേ ആനന്ദിന്റെ കല്യാണം നടക്കുമെന്ന് ഒരുപക്ഷെ ഗുരുജി പറഞ്ഞത് വാസ്തവമായിരിക്കാം. എന്നാൽ കല്യാണിയെ വേദനിപ്പിച്ചിറക്കി വിടണമെന്നല്ല ഗുരുജി ഉദ്ദേശിച്ചത്. അവളെ സന്തോഷത്തോടെ പറഞ്ഞയക്കണമെന്ന്. കല്യാണി മാത്രമല്ല, ദാസും മനസ്സുരുകിയാണ് പാതിരാക്കി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അവരുടെ മനസ്സുരുകുന്നു. അതാണ് നിന്റെയും മനസ്സ് അസ്വസ്ഥമാകുന്നത്. അതുകൊണ്ട് അവരെ കണ്ടെത്തി തിരികെ കൊണ്ടുവന്ന് പറഞ്ഞ വാക്ക് പാലിക്കണം. അപ്പോൾ എല്ലാം നല്ലതായി തന്നെ നടക്കും. എന്തിനാ അമ്മയെ വിളിപ്പിച്ചത്? ആനന്ദ്, നീയും അരവിന്ദും വേഗം എന്റെ കൂടെ വരൂ. അമ്മേ, അച്ഛനെയും കൂടി കൂട്ടിക്കോ. ഒരിടം വരെ പോവാനാ. അല്ല, എങ്ങോട്ടാ? ദാസേട്ടനെയും കല്യാണിയും കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നു. എന്താടാ, എന്തിനാ നീ ഇങ്ങനെ കഥിക്കുന്നേ? കാര്യം പറയ്. ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാ ചേച്ചിക്ക് എല്ലാം മനസ്സിലാവും. ഒരു സന്തോഷ വാർത്ത പറയാനാ ഞാൻ ഓടി വന്നത്. എന്താ ഇത്ര വലിയ സന്തോഷ വാർത്ത? അഖില മേഡം നമ്മളെ തിരക്കി വരുന്നു. അതെ, അഖില മേഡം മാത്രല്ല, ശിവരാമ സാറ്, അനിയൻ കുഞ്ഞ്, പിന്നെ മറ്റൊരാള് കൂടി ഉണ്ട്, നമ്മുടെ വല്യുഞ്ഞ്. വല്യുഞ്ഞ് വന്നിട്ടുണ്ടോ? നീ സത്യാണോ പറയണേ? സത്യം. ഇപ്പൊ ചേച്ചിയുടെ ഈ മൊബൈലിലേക്ക് അച്ഛൻ വിളിച്ചതേ ഉള്ളൂ. എന്താ ചേച്ചി, എന്താ ഇങ്ങനെ നിക്കണേ? ഒന്നുമില്ല. എനിക്കൊരു തോന്നൽ, വല്ലുഞ്ഞെല്ലാം അഖില മേഡത്തിനോട് പറഞ്ഞാണ്. അങ്ങനെ ചേച്ചി തൃച്ചംബരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിരിക്കും അവരെല്ലാം കൂടി വരുന്നേ. എന്താ ചേച്ചി, എന്താ ഇങ്ങനെ നിക്കണേ? മാഡം സാറുമൊക്കെ എന്റെ ക്ഷണം സ്വീകരിച്ച് ഈ കൊച്ചു വീട്ടിലേക്ക് വന്നതില് എനിക്ക് വളരെ സന്തോഷമുണ്ട്. വെള്ളം കൊണ്ടുവന്നിട്ട് തരാതെ നിൽക്കുകയാണോ കല്യാണി? ഞങ്ങള് വന്നതേ ഭക്ഷണം കഴിക്കാനാ. ആദ്യം വെള്ളം തന്നെ.
ദൈവമേ, മാഡം വന്ന സന്തോഷത്തിൽ ഞാനെല്ലാം മറന്നു. കല്യാണി, മാഡം സാറൊക്കെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ പോയി വേഗം ആഹാരം ഉണ്ടാക്കുക. ആ ശരി അച്ഛാ. എന്താ ഇപ്പൊ? നന്ദനെ എന്ത് തന്ത്രമിറക്കി നമ്മുടെ പക്ഷം ചേർത്ത് നിർത്തണം. അത് ഞാൻ ഏറ്റു. ഇപ്പൊ പ്രിയങ്ക ഇവിടെ ആരും കാണാതൊന്ന് പോവാൻ നോക്ക്. അയ്യോ പിന്നെ ഞാൻ നിന്നെ അടിച്ചത് മനസ്സിൽ വെച്ചോണ്ടിരിക്കാതെ നന്ദനെ കയ്യിലെടുത്ത് കല്യാണിക്കെതിരെ തിരിക്കാൻ നോക്ക്. അറിയാലോ, പ്രിയങ്കയ്ക്ക് ലക്ഷ്യങ്ങളാണ് വലുത്. അതിന് വിഘാതമാകുന്നത് സ്വന്തം കൂടപ്പിറപ്പാണെങ്കിൽ പോലും ഒരു സഹതാപം കാണിക്കില്ല ഞാൻ. ഓർമ്മ വെച്ചോ. അയ്യോ, ആരും കണ്ടില്ല. ആ അമ്മേ. ആ ആ പ്രിയങ്ക പറഞ്ഞതുപോലെ നമ്മുടെ അടുത്ത തന്ത്രം പ്രയോഗിക്കേണ്ടത് ദാ ഈ നിൽക്കുന്നവള. ഇവളെ കല്യാണിക്കെതിരെ പറഞ്ഞു തിരിക്കണം. എന്നിട്ട് ഇവളെ മൊത്തമായിട്ട് നമ്മുടെ വരുതിയിൽ എത്തിക്കണം. സമയത്ത് വിലാസിനെ എന്റെയും കാണുന്നില്ലല്ലോ. സഹദേവൻ അങ്കിള് ഫോൺ വിളിച്ചിട്ട് എന്തോ ഒന്ന് പറഞ്ഞു. അപ്പൊ ആരെ കാണുന്നു പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാ. നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ അവളുമായിട്ട് സംസാരിക്കുമ്പോ ആവശ്യമില്ലാതെ ഇടയ്ക്ക് കയറി എന്തെങ്കിലും പറഞ്ഞ് നശിപ്പിക്കരുത്. ഞാൻ ഇടയ്ക്ക് കയറി പറയില്ല. ഒരു ഗ്യാപ്പ് കിട്ടുമ്പോ ഒഴിക്കലങ്ങ് പറഞ്ഞോളാം. വാ. നന്ദന, എന്താ അമ്മയെ കാണാൻ പോയിരിക്കായിരുന്നല്ലേ? അതെ. വീട്ടിലെന്തുണ്ട് വിശേഷം? മഹേശ്വരി ആന്റിക്ക് സുഖമാണോ? ഞാൻ വീട്ടിൽ പോയെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞ? അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. നന്ദന നല്ല ടെൻഷനിലാണെന്ന് തോന്നുന്നല്ലോ. എന്ത് പറ്റി? ഓ വേറൊന്നുമല്ല. ദാസേട്ടനെയും കല്യാണിയും കൂട്ടിക്കൊണ്ടുവരാൻ പോയവരെ കാണുന്നില്ല. ഓ, അവരെ കൂട്ടിക്കൊണ്ടുവരാൻ തന്നെ പോയതാണോ? അതിനെക്കുറിച്ച് നന്ദനയുടെ അഭിപ്രായം എന്താ? കല്യാണിയും ദാസേട്ടനും ഒക്കെ തൃച്ചംബരത്തുനിന്ന് പോകുന്നത് സങ്കടാ. അവര് തിരിച്ചു വരണേന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. നീ എന്ത് പാവാ നന്ദനെ. ഒരു കാലത്ത് നിനക്ക് കല്യാണിയെ കാണുന്നത് തന്നെ വെറുപ്പായിരുന്നു എന്ന് വിലാസിനി ആന്റി പറഞ്ഞിട്ടുണ്ട്. എന്തിന്? അവളുടെ കയ്യിൽ നിന്നൊരു കോഫി പോലും വാങ്ങി കുടിക്കില്ലായിരുന്നു നീ. അല്ല നന്ദനെ, കല്യാണിയോട് ഇത്ര അടുപ്പം വരാൻ അവൾ എന്തു മറിമായാണോ കാണിച്ചത്? സർ, കാറ് ഞാൻ ഓടിക്കാം. ആയിക്കോട്ടെ, വരും മേഡം. നിങ്ങൾ പുറകെ വന്നേക്ക. ശരി അച്ഛാ, കേറാം. അതെ ബ്രോ, വണ്ടി ഓടിക്കും. കല്യാണം മുൻസിറ്റില് നീ അവിടെ കയറണം. കല്യാണി കേറാം.
വിലാസൻ ആന്റി ആണല്ലോ. ഹലോ ആന്റി. ആ പ്രിയങ്കേ, നന്ദനയുടെ മനസ്സില് കല്യാണി പ്രതിഷ്ഠിച്ചതുപോലെയാ. അവള് വഴങ്ങുന്നില്ല. ആദ്യ റൗണ്ട് പരാജയം. അറിഞ്ഞു. ഗംഗയും ജയന്തിയും നടത്തിയ ശ്രമം അന്നേ പരാജയമായിരുന്നു ഗംഗ വിളിച്ചു പറഞ്ഞിരുന്നു. ആന്റി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. സാരമില്ല, ആദ്യ റൗണ്ട് പരാജയപ്പെട്ടു എന്ന് കരുതി നിരാശപ്പെടേണ്ട ആന്റി. വീണ്ടും ശ്രമിക്കുക. അവൾ എവിടെ പോവാൻ? നമ്മുടെ കൂടെ തന്നെ ചേരേണ്ടവളാണ് നന്ദനി. എനിക്ക് നിരാശയൊന്നുമില്ല പ്രിയങ്കേ. വല എറിഞ്ഞിട്ട് അവൾ അതിൽ വീണില്ലെങ്കിൽ ഞാൻ അവൾക്കൊരു വാരിക്കുഴി തീർക്കും. ദാസനെയും മക്കളെയും കൂട്ടി അഖില ഇപ്പം മടങ്ങി വരും. പോയ കല്യാണി തൃച്ചംബരത്തേക്ക് വീണ്ടും കാല് കുത്തുകയാണ്. നന്ദനയുടെ മനസ്സ് മാറ്റി അവളെ കൂടി നമ്മുടെ കൂട്ടത്തിൽ ചേർത്താൽ തൃച്ചംബരത്തെ യുദ്ധം നമുക്ക് പൂർണ്ണമാക്കാം. അത് ഞാൻ ഏറ്റു പ്രിയങ്കേ. നീ സമാധാനമായിട്ടിരിക്കും. ശരി ആന്റി, ഗുഡ് നൈറ്റ്. അവരെ നമ്മുടെ പിറകെ കാണുന്നില്ലല്ലോ കൃഷ്ണേട്ടാ. അവരിങ് എത്തിക്കോളൂ അങ്ങനെ. ബ്രോ, ഇതെന്തൊക്കെ പതുക്കെ പോകുന്നേ? അവരവിടെ എത്തി. അവരെ ഒപ്പം പിടിക്കുക. ആ കാർ ഓടിക്കുന്ന ദാസേട്ടന് എത്ര വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നറിയോ? കാർ ഓടിച്ച് ദാസേട്ടനെ തോൽപ്പിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അയ്യോ, എങ്ങനെ? ബ്രോയുടെ ഡ്രൈവിംഗ് എനിക്ക് അറിയാവുന്നല്ലേ. ഇതൊന്നും കൊണ്ടല്ല, അമ്മ അയച്ചനെ തോൽപ്പിക്കാനുള്ള മടി. അതന്നെ. എന്താ എക്സ്പീരിയൻസ് പറച്ചില്. അവരൊക്കെ വന്നോളൂ, നീ ടെൻഷൻ അടിക്കാതെ. അവർ കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. നീ ഇതെങ്ങാനും കണ്ട് പഠിച്ചാണ്ടല്ലോ. കൃഷ്ണേട്ടാ, ആനന്ദ് ഇപ്പൊ ഔട്ട് ഓഫ് കവറേജ്. അരവിന്ദിന്റെ ഫോൺ സ്വിച്ച് ഓഫ്. അതൊരു റൂറൽ ഏരിയ, ടവർ പോലും കാണില്ല. ഇനി ഒരു പക്ഷേ കാറ് ബ്രേക്ക് ഡൗൺ ആവുകയോ പഞ്ചർ ആവുകയോ ചെയ്താൽ അത് നന്നാക്കിയിട്ടല്ലേ വരാൻ പറ്റൂ. വിവരം നമ്മളെ അറിയിക്കാൻ റേഞ്ച് പോലും കാണില്ല. അങ്ങനെ ടെൻഷൻ ആവാതെ, അവർ കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. എന്നാലും അവരിത് എവിടെ പോയിരിക്കായിരിക്കും ആന്റി? എന്റെ ഗംഗ, അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. അവരുടെ ധൈര്യം സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അഖിലാന്റിയെ അങ്കിളിനെയും ദാസേട്ടനെയും മുമ്പേ വിട്ടു. പാതിരാത്രിയായിട്ടും അവർ ഇതുവരെ എത്തിയിട്ടില്ല.
ആന്റി എനിക്കൊരു സംശയം. എന്താ ജയന്തി, നീ പറയേ. അവര് വല്ല ടൂറ് പോയതോ ആവോ? ആ അതെ, അവര് പാരീസിൽ പോയിരിക്ക. ഗംഗെ, നീ ഇവളെ വിളിച്ചോട്ട് പോ, അല്ലെങ്കിൽ ഞാൻ ഇവളുടെ കരണം അടിച്ച് പൊട്ടിക്കും. ഗംഗ, നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഞാനില്ലാത്തപ്പോ എന്റെ മുറിക്കകത്ത് കയറി ഈ പരമ്പരാഗത മാല എടുത്ത് കഴുത്തിലണിയാൻ? സോറി ആന്റി, വേറൊന്നും കൊണ്ടല്ല. ഈ പരമ്പരാഗത മാലയിട്ടൊരു സെൽഫി എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്താൽ ഏറെ ലൈക്സ് കിട്ടും, അതുകൊണ്ട് ചെയ്തു പോയതാ. സ്റ്റോപ്പ് ഇറ്റ്. ഊര് മാല ഊരാൻ. അതവിടെ വയ്ക്ക്. വയ്ക്കാനല്ലേ പറഞ്ഞത്? ഞാൻ തരുന്ന സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ദേ നോക്ക്, ഇനി മേലാൽ എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ മുറിയിൽ കയറിപ്പോവരുത്, മനസ്സിലായോ? എന്താ നിന്റെ നാവിറങ്ങിപ്പോയോ? ആംഗ്യ ഭാഷ വേണ്ട. മനസ്സിലായി. ഔട്ട്. ഗെറ്റ് ഔട്ട്. കല്യാണി എന്താ എത്ര വൈകുന്നേ? ഫോൺ വിളിച്ചിട്ട് ആരും കിട്ടുന്നില്ലല്ലോ. ദാസേട്ടന് എന്താണാവോ ഇത്ര വലിയ ആലോചന? ആ മാഡം, മാഡം ഈ നേരത്തെ? അയ്യോ, ഇത് തൃച്ചംബരത്തിന്റെ ഔട്ട് ഹൗസ് അല്ലേ? ഏത് നേരത്തും എനിക്കിവിടെ വരാം. മാഡം, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ലേ ചോദിച്ചത്. ഉദ്ദേശങ്ങളൊക്കെ എനിക്ക് വ്യക്തമായി മനസ്സിലായി. അതുകൊണ്ട് കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. ഒന്ന് നിർത്തുന്നുണ്ടോ മാഡം? പാതിരേക്ക് കയറി വന്ന് എന്റെ അഭിനയത്തിന് മാർക്കിടാൻ പോവാണോ? എനിക്ക് മാർക്കിടാൻ മാത്രം വിലാസിനി മാഡം വളർന്നിട്ടില്ല. പക്ഷേ ഞാൻ മാർക്കിട്ട അഭിനയത്തിന് മാത്രം വിലാസിനി മാഡത്തിന് ഉർവശി പട്ടം കിട്ടും. നിങ്ങൾ പറയുന്ന മര്യാദകേട് കേട്ട് പഞ്ചപുച്ഛം അടക്കി ഓച്ചാനിച്ചേക്കുന്ന ഒരാളാണ് ഞാനെന്ന് കരുതിയെങ്കിൽ അത് തെറ്റാ. ആ വിശ്വാസം കളഞ്ഞേക്ക്. ഇവിടെ ആരൊക്കെയാണ് ജീവിക്കുന്നതെന്നും ആരൊക്കെയാണ് അഭിനയിക്കുന്നതെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കിയുള്ളവരാ അഖിലാമ്മയുടെ ശിവരാമ സാറും. എന്റെ മകളെ കൊല്ലാൻ ശ്രമിച്ചതിന് അനിത്യസ്ഥാനം ഉണ്ടായിട്ടും നിങ്ങളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച് ജയിലിലേക്ക് അയക്കാൻ തീരുമാനിച്ച അഖിലാമ്മയുടെ ഒരു സാധാരണക്കാരനായ ഞാനും എന്റെ മകളും ഇവിടം വിട്ടു പോയപ്പോ തിരക്കി പിറകെ വന്നു. എന്തുകൊണ്ട്? തിരിച്ചറിവുള്ളതുകൊണ്ട്. നിങ്ങൾക്കില്ലാത്ത ഒന്നതാ. നിങ്ങളെപ്പോലത്തെ നേരും നെറിവില്ലാത്ത ചിലരോടൊക്കെ ഏറ്റുമുട്ടി സ്വയം നാണം കെടണ്ടാന്ന് കരുതി തൃച്ചംബരം വിട്ടവനാ ഞാൻ. ഒരിക്കലും തിരിച്ചു വരണ്ടെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷേ അഖിലാമ്മയുടെ എന്റെ വീട്ടിൽ എന്റെ മകൾ വെച്ചു വിളമ്പിയ അന്നത്തിന്റെ മുമ്പിലിരുന്ന് ഇത് ഞാൻ കഴിക്കണമെങ്കിൽ ദാസ് തൃച്ചംബരത്തേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞപ്പോ എനിക്കത് അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാ ഞാൻ തിരിച്ചു വന്നത്. അതെന്തുകൊണ്ടാ? അനുസരണയുള്ളതുകൊണ്ട്. നിങ്ങൾക്കില്ലാത്ത മറ്റൊരു ഗുണവും അതാ. നിങ്ങൾ പലപ്പോഴും പലതും പറഞ്ഞ് എന്നെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
അതിനൊക്കെ ഞാൻ മറുപടി പറയാതെ നിന്നിട്ടുള്ളത് നിങ്ങളെപ്പോലെ ആകാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. എന്നുവെച്ച് ദാസ് പ്രതികരണശേഷി നഷ്ടപ്പെട്ടവനാണെന്ന് കരുതരുത്. അളമുട്ടിയ ചേരയും കടിക്കും, അത് ഓർമ്മിച്ചോ. നിങ്ങൾ പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. അങ്ങനെ ചെയ്താൽ ഞാനും നിങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളൂ മാഡം? കഷ്ടം. പൊയ്ക്കോ. എനിക്കെതിരെ ശബ്ദിച്ച നിന്റെ നാവ് ഞാൻ നിശ്ചലമാക്കുന്നത് കണ്ടോ നീ? അനുസരണ എന്താണെന്നും അഭിനയം എന്താണെന്നും തിരിച്ചറിവ് എന്താണെന്നും ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാം ദാസേ. ചന്ദനം വഴിയിൽ കളയാനുള്ളതല്ല, അത് തിരുനെറ്റിൽ ചാർത്താനുള്ളതാണ്. ചന്ദനം തണുപ്പാണ്, കുളിർമയുള്ളതാണ്, ഔഷധം കൂടിയാണ്. നെറ്റിയിലും നെഞ്ചിലും നാം ചന്ദനം ചാർത്തുമ്പോൾ ബുദ്ധിയിലും ഹൃദയത്തിലും നാം ദേവിയെ പ്രതിഷ്ഠിക്കുകയാണ്. അതായത് നാം നമ്മുടെ വികാരത്തിലും വിവേകത്തിലും ദേവനെയോ ദേവിയെയോ കൂടിയിരുത്തുന്നു. ക്ഷേത്രമെന്ന് പറഞ്ഞാൽ ശരീരമെന്ന് തന്നെയാണ് അർത്ഥം. ഹൃദയമാണ് ശ്രീകോവിൽ. അത് പ്രകാശപൂർണവും നിർമ്മലവുമായിരിക്കണം. എന്നാൽ ദേവചൈതന്യം അവിടെ ഉണ്ടാകും.